രണ്ട് നല്ല കോമ്പിനേഷനാണ്. അതുണ്ടോ? മസ്റ്റ് ട്രൈ. അപ്പോൾ എന്താണ് മസ്റ്റ് ട്രൈ എന്ന് അറിയണ്ടേ? ചിലർക്ക് മനസ്സിലായിണ്ടാവും, ചിലർക്ക് മനസ്സിലായിണ്ടാവില്ല. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ വൈറലാക്കിയ ഡെസേർട്ട് തന്നെ. അപ്പൊ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ടോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഇനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം. ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പഴമൊക്കെ നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മധുരം ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. പഴത്തിൽ മധുരം കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി അതിന്റെ മേലെ നമ്മൾ നമ്മുടെ ചിരകി വെച്ച തേങ്ങയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി. ഇനി ഇതിന്റെ പ്ലേറ്റിംഗിലല്ലേ കാര്യം. അപ്പൊ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിന്റെ മേലെ ഇതിന്റെ സെന്ററിൽ തന്നെ ഐസ്ക്രീം ഇടണം കേട്ടോ. അതും വാനില ഐസ്ക്രീം തന്നെ. വേറെ ഏത് ഫ്ലേവർ നിങ്ങൾ യൂസ് ചെയ്ത് വാനില തന്നെ യൂസ് ചെയ്യാം. ഇനി കുറച്ച് നമ്മുടെ ക്രഷ് ചെയ്ത് നമ്മുടെ കാഷ്നട്ട്സും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്നാലോ? ടേസ്റ്റ് നോക്കാൻ പോകണം. നമ്മുടെ ലാലേട്ടൻ വൈറലാക്കിയ ഡെസേർട്ട് നമ്മുടെ വാനില ഐസ്ക്രീമും പഴത്തിന്റെ ഒരു പീസ്. എങ്ങനെ? രണ്ട് നല്ല കോമ്പിനേഷനാണ്. അതുണ്ടോ? മസ്റ്റ് ട്രൈ. ഓക്കെ, എന്നാ എനിക്കൊരു സ്പൂൺ തരൂ. ഞാനും കൂടി എങ്ങനെ എന്തും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.